കണ്ണൂർ പയ്യന്നൂരിൽ നിന്നും വരുന്നൊരു പുതിയ വാർത്തയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടുത്തെ പ്രത്യേകിച്ചും മാടായി, പയ്യന്നൂർ, കുഞ്ഞിമംഗലം ഏരിയയിലൊക്കെയുള്ള കോൺഗ്രസിലെ ചില പ്രശ്നങ്ങൾ പ്രാദേശിക പ്രശ്നമാണ്. അതിന്റെ സ്വഭാവം മാറുന്നുണ്ട് ഇപ്പോൾ എന്ന് മനസ്സിലാവുന്നു. കാരണം പയ്യന്നൂർ നഗരത്തിലും പയ്യന്നൂരിലെ കോൺഗ്രസിന്റെ ഓഫീസിന് മുന്നിലുമൊക്കെ ഒരു പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. MK രാഘവൻ MP-ക്കെതിരെയാണ് ആ പോസ്റ്ററിലെ വാചകങ്ങളൊക്കെ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ അത് ലഭ്യമായിട്ടുമുണ്ട്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. സജോ, വെരി ഗുഡ് മോർണിംഗ്. പയ്യന്നൂരിലാണ് ഈ പുതിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. MK രാഘവൻ MP-ക്കെതിരെയാണെന്ന് അറിയുന്നു. അതിലെ വാചകങ്ങൾ എന്താണ് അതിനകത്ത് പറയുന്നത്? പ്രജിൻ, മാടായി കോളേജ് നിയമന വിവാദത്തിൽ കോൺഗ്രസിനകത്തെ പോര് തീരുന്നില്ല. പരസ്യ പ്രതിഷേധം, തെരുവ് യുദ്ധം, തമ്മിലടി, കോലം കത്തിക്കൽ, ഏറ്റവും ഒടുവിൽ പോസ്റ്റർ പ്രതിഷേധത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. പയ്യന്നൂരിലെ കോൺഗ്രസ് ഓഫീസിലും സമീപത്തും പരിസരത്തും ഒക്കെയാണ് പോസ്റ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ പോസ്റ്ററിൽ പ്രധാനമായും പറയുന്നത് MK രാഘവൻ MP-ക്കെതിരായ രൂക്ഷമായ പരാമർശങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. അപ്പം ആടായി കോളേജ് നിയമനത്തിൽ കോഴ വാങ്ങി, MK രാഘവന് മാപ്പില്ല, രാഘവൻ ഒറ്റുകാരൻ തുടങ്ങിയ പരാമർശങ്ങളാണ് ഈ പോസ്റ്ററിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടോടുകൂടി പഴയങ്ങാടിയിൽ മാടായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസിലെ ഇരുവിഭാഗം പ്രവർത്തകർ തമ്മിൽ, അതായത് MK രാഘവനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്ന വിമത വിഭാഗവും തമ്മിൽ പരസ്യമായി തമ്മിലടിക്കുകയും ഏറ്റുമുട്ടുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. അതിന് മുൻപത്തെ ദിവസങ്ങളിൽ MK രാഘവൻ MP-യുടെ കോലം കത്തിക്കുന്നതടക്കമുള്ള പ്രതിഷേധ പരിപാടികളും കണ്ടു. ഏതായാലും ഈ പ്രതിഷേധവും തമ്മിലടിയും കയ്യാങ്കളിയും ഒക്കെ കൈവിട്ടതോടുകൂടിയും അത് കോൺഗ്രസിനകത്ത് ഗുരുതര സംഘടനാ പ്രതിസന്ധിയായി വളരുകയും ചെയ്തതോടുകൂടിയും KPCC 3-അംഗ സമിതിയെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനും അഡ്വക്കേറ്റ് K ജയന്തും അബ്ദുൽ മുത്തലിബും അംഗങ്ങളായ 3-അംഗ സമിതിയെ പ്രശ്നം പഠിക്കുന്നതിന് വേണ്ടിയും പ്രശ്നം വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടിയും നിയോഗിച്ചിരുന്നു. അവർ ഇന്ന് കണ്ണൂരിലെത്തും. ആദ്യം വിമത വിഭാഗം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അവർക്ക് പറയാനുള്ളത് കേൾക്കും. അതിനുശേഷം രാഘവൻ അനുകൂലികളെയും കാണും. തുടർന്നാകും റിപ്പോർട്ട് KPCCക്ക് സമർപ്പിക്കുക. അതേസമയം ഈ വിവാദ നിയമനങ്ങളിൽ രണ്ടുപേരുടെ നിയമനങ്ങൾ റദ്ദു ചെയ്യുകയല്ലാതെ അനുരഞ്ജനത്തിന് ഇല്ല എന്നാണ് വിമത വിഭാഗത്തിന്റെ നിലപാട്. പക്ഷേ ഇനിയിപ്പോൾ ആ നിയമനം പുനഃപരിശോധിക്കുക എന്നൊരു സാധ്യതയില്ല. പകരം ഇവരുടെ പ്രതിഷേധം തണുപ്പിക്കാനുള്ള മറ്റു മാർഗങ്ങൾ കൂടി നിർദ്ദേശിക്കുക എന്ന ഒരു വെല്ലുവിളി കൂടി സമിതിക്ക് മുന്നിലുണ്ട്. അതെങ്ങനെയാകും KPCC തുടർന്ന് അങ്ങോട്ടേക്ക് നേരിടുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും സംഘടനയ്ക്കകത്ത്, കണ്ണൂരിലെ സംഘടനയ്ക്കകത്ത് ഗുരുതരമായ സംഘടനാ പ്രതിസന്ധി. കണ്ണൂരുകാരനായ കോഴിക്കോട് MP-ക്കെതിരെ യുദ്ധം എന്ന് പറയുമ്പോൾ അത് മലബാറിലാകെയും സംസ്ഥാന രാഷ്ട്രീയത്തിലും ചെറുതല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. കാരണം കണ്ണൂർ DCC-യും MK രാഘവനും രണ്ട് തെറ്റിലാണ്. അതടക്കമുള്ള വലിയ പ്രതിസന്ധി, സംഘടനാ പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ ഈ പ്രശ്നം പരിഹരിക്കേണ്ട ഒരാവശ്യം സംസ്ഥാന നേതൃത്വത്തിന് വന്നു ചേർന്നിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നിലപാടുകളിൽ ഇരുവിഭാഗവും ഉറച്ചു നിൽക്കുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കാനാകുമെന്നടക്കം ഈ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ഇന്ന് തന്നെ പരിശോധനയിലേക്ക് കടക്കും എന്നാണ് സമിതി അധ്യക്ഷൻ അടക്കം വ്യക്തമാക്കിയത്. വൈകിട്ടോടുകൂടി 3-അംഗ സമിതി കണ്ണൂരിലെത്തുകയും ചെയ്യും. ശരി, സജോ ദേവസ്യാണ് വിശദാംശങ്ങൾ നൽകിയത്.